അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മനോജ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും കേൾവിക്കാർക്ക് അതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കട്ടപ്പുറം ദേശത്ത് ഞാൻ പാർക്കുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് ഇങ്ങനൊരു അവസരം അരോമ ടിവിയിൽ ബഹുമാന്യ പാസ്റ്റർ ഡാനിയേൽ ജോൺ ഗുജറാത്ത് നൽകിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. എന്നെ പരിചയപ്പെടുത്തിയ ബഹുമാന്യ അഭിലാഷ് സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ വന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് മനോജ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ അച്ഛൻ്റെ പേര് വാസു എന്നാണ്. എൻ്റെ അമ്മയുടെ പേര്, എൻ്റെ അമ്മ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ അച്ഛൻ ഹൈന്ദവ കുടുംബത്തിൽ ഈഴവനായി ഈ രണ്ട് മതത്തിൽ നിന്നും ചേർന്ന വിഭാഗം ആയിരുന്നു അവരുടെ. ഒരു ഹൈന്ദവ കുടുംബത്തിൽ 3 മക്കളിൽ മൂത്തവനായിട്ട് ഞാൻ ജനിക്കുവാനിടയായി. പക്ഷെ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ നിന്ന് വളരുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. എൻ്റെ അച്ഛൻ 9 മക്കളിൽ 2ാമത്തെ മകനാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ. എൻ്റെ അമ്മ 7 മക്കളിൽ മൂത്ത മകളാണ്. ഇവരുടെ കുടുംബ വിവാഹ ജീവിതത്തിന് ശേഷം 2 കുടുംബങ്ങളുടെയും ഐക്യമില്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ അവരുടെ കൂടെ നിന്ന് വളരുവാൻ എനിക്ക് കൂടുതലൊന്നും സാധിച്ചില്ല. ഞാൻ ഓർക്കുന്നു, ഒരു 1ാം ക്ലാസ് പഠിക്കുവാനായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുന്ന ആ ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് വളരുവാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. തുടർന്ന് ഞാൻ ജീവിച്ചത് എൻ്റെ അമ്മയുടെ ഭവനത്തിൽ നിന്നായിരുന്നു. വീണ്ടും എന്നെ 1ാം ക്ലാസ്സിൽ തന്നെയാണ് അമ്മയുടെ ഭവനത്തിലേക്ക് പോയപ്പോൾ വീണ്ടും ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നത്. തുടർന്ന് പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് ഒരു ക്ലാസ്സും കൂടിയാണ്. അങ്ങനെ 2ാം ക്ലാസ് വരെയാണ് എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. തുടർന്നുള്ള എൻ്റെ ജീവിതം വളരെ ദുഃഖകരമായിട്ടുള്ള, സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ എൻ്റെ ജീവിതം കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു എൻ്റെ അമ്മയുടേത്. ശരിക്കും പറയുകയാണെങ്കിൽ വിശപ്പ് മാറി ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സാഹചര്യം പോലും എനിക്ക് ലഭിച്ചിരുന്നില്ല. വളരെ വേദനയോടും ദുഃഖത്തോടും ആണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. എൻ്റെ സമപ്രായക്കാർ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് പോകാൻ കഴിയാത്തതിലൊക്കെ ഞാൻ ഒരുപാട് വേദനിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഭക്ഷണമില്ലാത്ത നാളുകളിൽ വിശപ്പ് മാറി കഴിക്കാൻ ആഹാരമില്ലാതെയും ഞാൻ ഒത്തിരി സങ്കടപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒത്തിരി ദുഃഖത്തോടും സങ്കടത്തോടും കൂടിയിട്ടുള്ള ജീവിതമായിരുന്നു എൻ്റെ ബാല്യകാലം മുന്നോട്ട് പോയിരുന്നത്. തുടർന്ന് എൻ്റെ ജീവിതം എന്നേക്കാൾ മുതിർന്നവരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ ചെന്നുപെടുവാൻ സാഹചര്യം ഉണ്ടായി. എന്നേക്കാൾ മുതിർന്നവരുമായിട്ടുള്ള ആ കൂട്ടുകെട്ടിൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും കാണുവാനും അവർ ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ഇടയായിത്തീരുന്ന സാഹചര്യം ഉണ്ടായി. തുടക്കമൊക്കെ ബീഡി വലിക്കുവാനാണ് തുടങ്ങിയത്. ബീഡി വലിയിൽ നിന്നും അധികം താമസിക്കാതെ തന്നെ
കഞ്ചാവ് വലിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം മാറി. കഞ്ചാവ് വലിയും ബീഡി വലിയും ഒക്കെ ആയിട്ടുള്ള ജീവിതം അത് ഒത്തിരി അങ്ങനെ മുന്നോട്ട് പോയി. പലരും എന്നെ ഉപദേശിക്കുന്ന സാഹചര്യം, പലപ്പോഴും എൻ്റെ ജീവിതം കണ്ടിട്ട് പലരും ഉപദേശിക്കുവാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അതൊന്നും അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് എനിക്ക് ഉണ്ടായിരുന്നില്ല. മനസ്സിൽ നിറയെ വേദനയും വിഷമവും ആയിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം നിന്ന് വളരുവാൻ സാധിക്കാത്തത്, പട്ടിണിയായിട്ടുള്ള ജീവിത സാഹചര്യം, നല്ല വസ്ത്രങ്ങൾ ഉടുക്കുവാനില്ലാത്ത സാഹചര്യം, അതിൽ വളരെ വേദനയും വിഷമവും മാത്രം ആയിട്ട് ഞാൻ ജീവിതം എൻ്റെ മുന്നോട്ട് പോയി. ആശ്വാസം ഞാൻ കണ്ടിരുന്നത് ഈ കൂട്ടുകാരുമായിട്ടുള്ള കുടുംബത്തോടുള്ള പുകവലിയിലും കഞ്ചാവ് വലിയിലൊക്കെയുള്ള ആ ഒരു പരിപാടിയായിരുന്നു ഒരു ആശ്വാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ടുള്ള ജീവിതം വളരെ മോശകരമായി, ആർക്കും ഉൾക്കൊള്ളുവാനോ ആർക്കും സ്നേഹിക്കാൻ കഴിയാത്തവനുമായി എൻ്റെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഓർക്കുകയാണ്, എന്നെ ഉപദേശിക്കുന്നവരെ പോലും ഞാന് അവരോട് തെറ്റായ രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ പറയുവാനും പ്രവർത്തിക്കുവാനും ഇടയായി. ഞാൻ എന്നോട് കൂടുതൽ ഉപദേശിക്കുക അല്ലെങ്കിൽ എന്നോട് ധിക്കാരം കാണിക്കുന്ന വ്യക്തികളോട് ഞാൻ അതിനേക്കാൾ അധികമായിട്ട് അവരെ എതിർക്കുകയും, ഞാൻ ഓർക്കുന്നു എന്നേക്കാൾ മുതിർന്നവരെ പോലും ഞാൻ ഉപദ്രവിച്ചിട്ട് എൻ്റെ മുന്നിൽ നിന്നും അവർ ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അത്രയും മോശമായ ജീവിതം, ആരെയും അംഗീകരിക്കാത്ത അനുസരിക്കാത്ത തരത്തിലുള്ള ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വേദനയും വിഷമത്തോടു കൂടിയുള്ള എൻ്റെ ജീവിതം, ആരെയും അംഗീകരിക്കാത്ത ആ ജീവിതം, ആരും എന്നെ സ്നേഹിക്കാനില്ല എന്നുള്ള ഒരു വേദന, പ്രയാസം, അങ്ങനെ എന്നോട് തന്നെ എനിക്ക് ദേഷ്യവും, ആരെയും ഇഷ്ടപ്പെടാനും അംഗീകരിക്കാനും കഴിയാത്ത തരത്തിലുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, ആ സാഹചര്യത്തില് എൻ്റെ മനസ്സിന്റെ വേദന ആർക്കും മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പോൾ, ആരും സ്നേഹിക്കാനില്ല എന്നുള്ള വേദനയോടുകൂടെയുള്ള എൻ്റെ ജീവിതത്തില് ദൈവം എനിക്ക് ഒരു ഒരു ജീവിത പങ്കാളിയെ എനിക്ക് ഒരു പെൺകുട്ടിയുമായി കാണുവാനും പരിചയപ്പെടുവാനും ഇഷ്ടപ്പെടുവാനും സ്നേഹിക്കാനും, എനിക്ക് സ്നേഹിക്കുവാനും എന്നെ സ്നേഹിക്കുവാനും തക്ക വിധത്തിൽ ഒരു പെൺകുട്ടിയുമായി കണ്ട് ഇഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. തുടർന്ന് ഞങ്ങളുടെ ജീവിതം വിവാഹം കഴിക്കുവാനിടയായി തീർന്നു. വിവാഹം കഴിച്ചതിന് ശേഷം ചില നാളുകളൊക്കെ സന്തോഷമായി മുന്നോട്ട് പോയെങ്കിലും ക്രമേണ എൻ്റെ ജീവിതത്തിലെ മദ്യപാനവും എൻ്റെ ജീവിതത്തിലെ ലഹരി ഉപയോഗങ്ങളൊക്കെ ജീവിത പങ്കാളി അറിയുവാനും ശേഷം വളരെ ദുഃഖകരമായ ജീവിതത്തിലേക്ക് മാറുവാനായിട്ട് സാഹചര്യങ്ങൾ വന്നു. ആ സാഹചര്യങ്ങളിലൊക്കെ വളരെ വേദനയോടും ദുഃഖത്തോടുമായിരുന്നു ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് പോയിരുന്നത്. ജീവിത പങ്കാളി എന്നോട് ഒരുപാട് വേദനയോടെ, അപേക്ഷയോടെ എന്നോട് പറഞ്ഞു, ഈ കഞ്ചാവ് വലിയും ഈ മദ്യപാനവും ഒക്കെ ഒന്ന് നിർത്തി നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള എന്നോട് പറയുവാൻ ഇടയായി തീർന്നെങ്കിലും എനിക്ക് നിർത്തുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഒരു 15-16 വയസ്സ് മുതലൊക്കെ തുടങ്ങിയതാ. എൻ്റെ വിവാഹം കഴിയുന്ന ആ പ്രായം, എനിക്കൊരു 10-27 വയസ്സ് പ്രായപരിധിയിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. അത്രയും കാലം ഞാനിത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. മദ്യത്തിനും ലഹരികൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരുന്നു എൻ്റെ ജീവിതം. വിവാഹം കഴിച്ച ജീവിത പങ്കാളിയോട് കൂടെ ജീവിക്കുമ്പോഴും എനിക്കത് ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല, മദ്യവും ലഹരികളും. ജീവിത പങ്കാളി എന്നോട് അപേക്ഷിച്ച് പറഞ്ഞെങ്കിലും എനിക്ക് അത് കേൾക്കുവാനും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും കഴിയാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സമാധാനമില്ലാത്ത, എന്നും കലഹിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. പലപ്പോഴും ജീവിത പങ്കാളി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ വേദനയോട് കൂടിയിട്ടുള്ള ജീവിതം വീണ്ടും മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ച് ആ ദിവസം ഞാൻ ഓർക്കുന്നു, വളരെ വഴക്കായി, ജീവിത പങ്കാളിയെ ഉപദ്രവിച്ച്
ജീവിത പങ്കാളിയും, എനിക്കൊരു മകനും ജനിച്ചിരുന്നു. ആ മകനുമായി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഈ കുഞ്ഞുമകനും അടങ്ങുന്ന ഒരു ചെറിയ ഒരു ഓലക്കുടിലുള്ള ഒരു ഭവനത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ജീവിത പങ്കാളി മകനുമായി കിടന്നുറങ്ങി. നിരന്തരമുള്ള ഈ കലകം ആയിട്ടുള്ള ജീവിതം മൂലം എൻ്റെ ഈ മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കാൻ എനിക്ക് കഴിയാത്തത് മൂലവും എൻ്റെ ജീവിതത്തിലെ എനിക്കൊരു മാറ്റം വരാത്തത് കൊണ്ടും ഞാൻ തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതി ജീവിത പങ്കാളി കിടന്നുറങ്ങുന്ന സമയത്ത് ജീവിത പങ്കാളിയുടെ തന്നെ ഒരു സാരി എടുത്ത് ഞാൻ പുറത്തേക്ക് വന്ന് ആ ഭവനത്തിന്റെ ഇറയത്ത് ഞാന് ആ സാരിമ തന്നെ എൻ്റെ കഴുത്തിൽ കുടുക്കിട്ട് ഞാൻ മുകളിൽ കെട്ടിയിട്ട് ചാടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ചാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ശേഷം എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. ഞാൻ ഓർമ്മ നഷ്ടപ്പെട്ട് പിന്നീട് ഞാൻ അറിയുന്നത് ഉറങ്ങിക്കിടന്ന ജീവിത പങ്കാളി എങ്ങനെയോ അറിഞ്ഞ് എന്നെ വന്ന് എൻ്റെ കാലുമേ കെട്ടിപ്പിടിച്ച് അങ്ങനെ പൊന്തിച്ച് പിടിച്ച് ഉറക്കെ നിലവിളിച്ച് അടുത്തുള്ളവർ വന്ന് എന്നെ ആ സാരിയൊക്കെ അടിച്ച് എന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. എന്നെ നിലത്ത് കെടുത്തി മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് തട്ടി എഴുന്നേൽപ്പിക്കുമ്പോഴാണ് പോയ ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടിയത്. ഞാൻ ഓർക്കുകയാണ്, അന്ന് എൻ്റെ ജീവൻ പകുതിയോളം അല്ലെങ്കിൽ ജീവൻ മുഴുവനായി പോകേണ്ട സാഹചര്യത്തിന്റെ അല്പം മുന്നാണ് എൻ്റെ ജീവിത പങ്കാളി ഉണർന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എന്നെ വന്ന് വിളിച്ചേൽപ്പിച്ചത്, എന്നെ രക്ഷിക്കുവാനും മറ്റുള്ളവർ വന്ന് എന്നെ രക്ഷിക്കുവാനും ഇടയായി തീർന്നത്. എൻ്റെ ജീവിതം അതിനുശേഷവും ദൈവം വീണ്ടെടുത്ത ജീവിതം അതിനുശേഷവും എനിക്ക് ലഹരികളില്ലാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. വീണ്ടും ഞാൻ ലഹരികൾ ഉപയോഗിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ ജീവിത സാഹചര്യങ്ങളിൽ ആര് പറഞ്ഞിട്ടും കേൾക്കാത്ത ദൈവം മരണത്തിൽ നിന്നും രക്ഷിച്ച ജീവിതം വീണ്ടും മദ്യത്തിനും ലഹരികൾക്കും വീണ്ടും ഞാൻ അടിമയായി ജീവിക്കുന്ന ജീവിത സാഹചര്യത്തില് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ബൈക്ക് ആക്സിഡന്റ് എനിക്ക് സംഭവിക്കുവാൻ സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ എൻ്റെ വലതുകാല് മുറിയുവാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുവാനും ചില മാസങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സാഹചര്യത്തിൽ മാത്രം എനിക്ക് ലഹരികളൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ആണെങ്കിൽ പോലും ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും ഈ ലഹരികൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം, ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ കാണാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞിട്ടും ഞാൻ ഈ ലഹരികൾ ഉപയോഗിക്കുവാനായിട്ട് ഉള്ള സാഹചര്യം എനിക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ സത്യം. അങ്ങനെ ഞാൻ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവം ഒരു ചെറിയ അനുഭവത്തിലൂടെ തെറ്റുകൾ തിരുത്തി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി എന്നുള്ളത് തിരിച്ചറിയുവാനുള്ള ഒരു അറിവ് എനിക്കില്ലായിരുന്നു. പക്ഷെ അത് ദൈവം ഒരുക്കിയതായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാകുവാനായിട്ട് സാധിച്ചത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് തിരുവചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നുള്ള തിരുവചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് എന്നെ നശിപ്പിച്ചു കളഞ്ഞില്ല. പക്ഷെ തെറ്റുകൾ തിരുത്തി വരുവാനുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടി ചില നാളുകൾ എനിക്ക് ഈ അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടന്നു. പക്ഷെ ഡിസ്ചാർജ് ആയി വന്നിട്ടും ഞാൻ ഇത് തുടങ്ങി ഈ ലഹരികൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ ലഹരികൾ ഉപയോഗിക്കുന്നത് നിർത്താതെ പോയ ജീവിതത്തിലെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന സാഹചര്യമാണ്. മാസിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ല് ജോയിന്റ് ആകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ഓപ്പറേഷനും കൂടി ചെയ്യേണ്ടി വരും, നിങ്ങളുടെ എല്ല് ജോയിന്റ് ആകുന്നില്ല എന്ന് ഡോക്ടർ പറയുവാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ എനിക്ക് ഒരു ഓപ്പറേഷൻ, രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എൻ്റെ പള്ളയിൽ നിന്നും ഒരു കഷ്ണം എല്ല് മുറിച്ചെടുത്തിട്ട് കാലുമ ജോയിന്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് വേണ്ടി വരിക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ
അടിയിലൂടെ, ഒരു ചെറിയ ശിക്ഷയിലൂടെ ദൈവം തെറ്റുകൾ തിരുത്തി വരാനുള്ള സാഹചര്യം ദൈവം ഒരുക്കിയപ്പോൾ അത് മനസ്സിലാക്കി തിരുത്തി വരുവാനായിട്ട് കഴിയാതെ വീണ്ടും തെറ്റുകൾ തുടർന്നപ്പോ രണ്ടാമത്തെ ഒരടി, എൻ്റെ രണ്ടാമത്തെ ഓപ്പറേഷൻ കാലുമ്മൽ മാത്രമല്ല, എൻ്റെ പള്ളയിൽ നിന്നും ഒരു കഷ്ണം എല്ല് മുറിക്കണമെങ്കിൽ അവിടെയും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരുവാൻ ദൈവം ഒരുക്കി. അങ്ങനെ രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്തു. എൻ്റെ പള്ളയിൽ നിന്ന് ഒരു കഷ്ണം എല്ല് മുറിച്ചെടുത്ത് ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും ഹോസ്പിറ്റലിൽ കിടക്കുക. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഞാൻ പിറുപിറുക്കുന്നവനും, എനിക്ക് അങ്ങനെ അടങ്ങിക്കെടുക്കുവാനും എനിക്ക് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് വീണ്ടും പോകുവാനുള്ള ആഗ്രഹവും വ്യഗ്രതയൊക്കെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ഉള്ള മനസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ ദൈവം എൻ്റെ കാലുമത്തെ മുറിവ്, രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ കാലുമത്തെ മുറിവ് ഉണങ്ങാൻ ഇടവരാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയി. മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇപ്പോഴുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ കാലുമത്തെ മുറിവ് ഉണങ്ങാതെ എൻ്റെ കാലുമത്തെ മുറിവ് കൂടി അതൊരു ഹോളായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. സിസ്റ്റർമാര് മുറിവ് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന സാഹചര്യത്തില് മുറിവ് ഉണങ്ങാതെ കാലിന്റെ ഹോള് കൂടി വരുന്ന സാഹചര്യം, അടുത്തുള്ളവർ വന്നിട്ട് ചിലപ്പോൾ നോക്കുമ്പോൾ അവര് കാണാൻ കഴിയാത്ത തരത്തിൽ കണ്ണുപൊത്തി പോകുന്ന ഒരു സാഹചര്യമൊക്കെ എനിക്ക് കിടന്ന കിടപ്പിൽ കാണുവാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ മനസ്സിന് വളരെ നിരാശയോടും വേദനയോടുമായിരിക്കുന്ന സാഹചര്യമായിരുന്നു രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ. ഒരു ഹിന്ദു ആചാരത്തിൽ കഴിഞ്ഞ് ജീവിച്ചിരുന്ന ഞാൻ വിളിച്ചിരുന്ന ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നേർച്ചകൾ നേരുന്നുണ്ട്. പക്ഷെ ഈ കാലിന്റെ മുറിവിന് ഒരു മാറ്റവും കാണുന്നില്ല. ദിനംതോറും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ആകെ നിരാശയിൽ കഴിയുക. ചിലപ്പോൾ കാല് മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറയുവാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായി. മനസ്സിന് വളരെ നിരാശയായി. ഇനി കാല് മുറിച്ചിട്ടുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിന് നിരാശയോടെ ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഓർക്കുന്നു, എൻ്റെ ഒരു പഴയ ഒരു കൂട്ടുകാരൻ, ഞാന് വളരെ ദരിദ്രനായിട്ട് കഴിയുന്ന ഒരു വ്യക്തി. അപ്പൊ തന്നെയല്ല, കള്ളും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് ലഹരിയിൽ അടിപിടിയും വളരുതാത്തവനുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ കഴിയുന്ന നല്ല സാമ്പത്തികമുള്ള നല്ല മര്യാദയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാ. ആ വ്യക്തിയെ ഞാൻ അറിയും. ആ വ്യക്തിയെ ഞാൻ ഇപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നത് പണ്ടത്തെ ആ വ്യക്തിയുടെ ജീവിത ശൈലിയിലല്ല കാണുവാനിടയായി. കാരണം അന്ന് ആഡംബരമായ ജീവിതവും കൂട്ടുകാരായി കാറിലും വിനോദത്തുമായി പണം പലിശയ്ക്ക് കൊടുത്തൊക്കെ ജീവിക്കുന്ന ഒരു മകനായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കാണുന്ന സാഹചര്യം, ഞാൻ അത്താണി മെഡിക്കൽ കോളേജിലാണ് കിടന്നിരുന്നത്. ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന സാഹചര്യത്തിൽ ഞാൻ കാണുമ്പോൾ ആ മകൻ ഒരു ബക്കറ്റില് കഞ്ഞി വിളമ്പി രോഗികൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്നെ അത് വളരെയധികം അത്ഭുതപ്പെടുത്തി. എൻ്റെ ദൈവമേ, ഈ മകൻ, അവന്റെ പേര് സണ്ണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ സണ്ണിക്ക് ഇത് എന്തു പറ്റി? ഒരു ബക്കറ്റിൽ കഞ്ഞിയും പിടിച്ച് രോഗികൾക്ക് വിളമ്പി കൊടുക്കുന്ന, ആരുമില്ലാത്ത രോഗികളെ ശുശ്രൂഷിക്കുന്ന, അവരെ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചു കൊടുക്കുന്ന, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയായി ഹോസ്പിറ്റലിൽ കണ്ടു. ഞാൻ കണ്ടപ്പോൾ അതെല്ലാം ചെയ്ത് അടുത്തതായിട്ട് എൻ്റെ കട്ടിലിന്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ എന്നെ കണ്ടപ്പോൾ വലിയ കൂട്ടൊന്നുമില്ലെങ്കിലും പരിചയം ഉണ്ടല്ലോ. ഈ പരിചയത്തിന്റെ എന്നോട് ചോദിച്ചു, മനോജ് എന്ത് പറ്റി, നിനക്ക് എന്താ പറ്റി? അപ്പൊ ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞു. എൻ്റെ കാലിന്റെ അവസ്ഥ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ പറഞ്ഞു, മരിച്ചാൽ മതി എന്നായിട, എനിക്ക് ജീവിക്കണം എന്നില്ല, കാല് മുറിച്ചു കളയണം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പറയുന്നത്. കാല് മുറിവുണങ്ങുന്നില്ല, എനിക്ക് ജീവിക്കണം എന്നില്ല, മരിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്കുള്ളത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ സണ്ണി എന്നോട് യേശുവിനെ കുറിച്ച് പറയുന്നത്. എടാ, നിനക്ക് സൗഖ്യം തരുവാൻ യേശുവിന് കഴിയും. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം നീ കണ്ടില്ലേ?
ഞാൻ ഈ അവസ്ഥയിൽ ഇപ്പോ ആരുമില്ലാത്തവർ ശുശ്രൂഷിക്കാനും ഈ ബക്കറ്റിൽ കഞ്ഞിയും പിടിച്ച് നടക്കുന്ന ഈ അവസ്ഥയിലേക്ക് ഞാൻ മാറിയത് യേശുവിനെ കുറിച്ചുള്ള അറിവാണ്. യേശുവിനെ കുറിച്ചുള്ള അറിവും ദൈവത്തിന്റെ തിരുവചനങ്ങളും കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ അവസ്ഥയിലേക്ക് മാറിയത്. നിന്നെ മാറ്റുവാൻ ഈ യേശുവിന് കഴിയും. യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിന്റെ നിരാശകളൊക്കെ നിന്റെ മാറും. നിനക്ക് ദൈവം സൗഖ്യം നൽകുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളത് എന്നോട് പറയുവാനും യേശുവിനോട് പ്രാർത്ഥിക്കുവാനൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞോടാ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ ദൈവങ്ങളോടൊക്കെ ഞാൻ ശരി, നീ പ്രാർത്ഥിച്ചു, പക്ഷെ നീ യേശുവിനോട് പ്രാർത്ഥിക്കും. സകല മനുഷ്യന്റെയും ദൈവമാണ് യേശു ക്രിസ്തു. ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ മാത്രം ദൈവമല്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും രക്ഷകനാണ്, ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു എന്നുള്ളത് പറയുവാനും അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാണ് യേശു ക്രിസ്തു എന്ന് എന്നോട് പറയുവാനും, അതിന് നീ മതം മാറണ്ട, നേർച്ചകൾ വേണ്ട, നിന്റെ കാഴ്ചകളൊന്നും വേണ്ട, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ദൈവമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തില് ഞാൻ ആദ്യമായിട്ട് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ ഉള്ള ആ മകന്റെ സാക്ഷ്യത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ, അന്നത്താണി മെഡിക്കൽ കോളേജിൽ ഞാൻ ബെഡിൽ കിടന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചെന്നോട് പറഞ്ഞിരുന്നു, നിന്റെ തെറ്റുകളും കുറ്റങ്ങളും നീ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറയും. നിന്റെ നേർച്ചയും നിന്റെ കാഴ്ചകളും ഒന്നും യേശു ക്രിസ്തുവിന് വേണ്ട. നിന്റെ തെറ്റുകൾ നീ ഏറ്റുപറഞ്ഞ് നീ ഉപേക്ഷിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് മറുപടി നൽകുന്ന ദൈവമാണ് യേശു ക്രിസ്തു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തെറ്റുകളും എൻ്റെ കുറ്റങ്ങളും ഞാൻ ഓർക്കുക. എൻ്റെ 15-16 വയസ്സ് മുതലുള്ള എൻ്റെ ജീവിതത്തിലെ മദ്യത്തിനും ലഹരികൾക്കും അടിമപ്പെട്ട് ജീവിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലെ അനേക തെറ്റുകളും കുറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ മെഡിക്കൽ കോളേജിലെ ബെഡിൽ കിടന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു ഇടം പ്രത്യേകത ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവും എൻ്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവമാണ് യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, ഞാൻ അത്താണി മെഡിക്കൽ കോളേജിൽ ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും, എൻ്റെ ഓർമ്മയിൽ വന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഉള്ള അവസരം എനിക്ക് ദൈവം തന്നു. ഞാൻ ഏറ്റുപറഞ്ഞു, പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ തിരുവചനം പറയാ, യേശുവിന്റെ രക്തം സകല പാപവും പോറ്റി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മളോട് ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു എന്നുള്ളത് എൻ്റെ ആ പ്രാർത്ഥനയിലെ മറുപടിയിലൂടെ എനിക്ക് മനസ്സിലാകുവാനായിട്ട് സാധിച്ചു. എൻ്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചതിന് ചില ദിവസങ്ങൾക്ക് ശേഷം, ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ എൻ്റെ കാലിന്റെ മുറിവ് ഉണങ്ങുന്നതായിട്ട്, മുറിവ് ഡ്രസ് ചെയ്യാൻ വരുന്ന സിസ്റ്റർമാര് തന്നെ കാലിന്റെ മുറിവിന് വളരെ മാറ്റമുണ്ട് കേട്ടോ, സമാധാനമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും എന്നുള്ള പ്രത്യാശയുടെ വാക്കുകൾ അവരിൽ നിന്ന് എനിക്ക് ലഭിക്കുവാനും, മറ്റുള്ളവർ കണ്ടവരും വളരെ മാറ്റമുണ്ടെന്ന് അവരും പറഞ്ഞ് ആശ്വാസം നൽകുന്നതായിട്ട് എനിക്ക് ലഭിക്കുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്നാണ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടായത്. എനിക്ക് വളരെ സമാധാനമുണ്ടായി, വളരെ സന്തോഷമുണ്ടായി. എൻ്റെ ജീവിതത്തിലെ ചില ആഴ്ചകൾക്കുള്ളിൽ എൻ്റെ കാലിന്റെ മുറിവുകൾ ഏറെ കുറേയൊക്കെ ഉണങ്ങി അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യം ദൈവം ഒരുക്കി. അതിന് വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ആഴ്ചയിൽ പോയിട്ട് മുറിവ് ഡ്രസ് ചെയ്താൽ മതി, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ കാലിന്റെ മുറിവുകളൊക്കെ വേഗത്തിൽ ഉണങ്ങുവാൻ പ്രാർത്ഥന കേട്ട് ദൈവം അത്ഭുത സൗഖ്യം എനിക്ക് നൽകിയതായി ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട ആരോമ ടിവിയുടെ
എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മുടെ നേർച്ചകളും കാഴ്ചകളും ഒന്നുമല്ല വേണ്ട, അതൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ നേർച്ചകളും കാഴ്ചകളും ഒക്കെ ചെയ്തും പറഞ്ഞും നേർച്ചകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും മാറ്റമില്ലാതെയും കാലിന്റെ മുറിവ് പഴുത്ത് മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലൂടെ നിരാശയില് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാ ഒരു മാറ്റമില്ലാതിരിക്കുമ്പോഴാ യേശുവിനെ കുറിച്ച് അറിയുവാൻ, യേശുവിലൂടെയുള്ള സൗഖ്യത്തെ, യേശു പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ, സകല മനുഷ്യന്റെയും ദൈവമാണെന്നുള്ള ആ പ്രത്യാശയുടെ ആ സാക്ഷ്യം എനിക്ക് കേൾക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് രോഗത്താൽ ഭാരപ്പെടുന്നുവോ നിങ്ങൾക്കും സൗഖ്യം നൽകുവാൻ വിശുദ്ധ തിരുവെഴുത്തിൽ പറയുക, യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമെന്നിരിക്കുന്നു, യഹോവ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നൊക്കെ വിശുദ്ധ ബൈബിളിലൂടെ, തിരുവചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല പ്രിയമുള്ളവരെ, അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അങ്ങനെ എന്റെ കാലിന്റെ മുറിവ് എനിക്ക് ഉണങ്ങി, എനിക്ക് വളരെ ഒരു ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവും ഒക്കെ എന്റെ ജീവിതത്തിലേക്ക് വരുവാൻ ഉള്ള സാഹചര്യം ഉണ്ടായി. എനിക്ക് വീണ്ടും യേശുവിനെ കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടായി. എനിക്ക് പ്രാർത്ഥനകളിൽ ഞാൻ പങ്കെടുക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങള് ഉണ്ടായി. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥനയിൽ ഒരു കാത്തലിക് സഭയിലെ ചില ഈ പറയുന്ന സണ്ണി എന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞു തന്ന സണ്ണി സഹോദരനും, ആ സണ്ണി സഹോദരൻ അടങ്ങുന്ന ഒരു ചെറിയ കൂട്ടം പ്രാർത്ഥന, അതിന്റെ ലീഡറായിട്ട് ആയിരിക്കുന്നത് ജോയി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്, ജോയി കല്ലുകാരൻ എന്ന് പറയും. അങ്ങനെയുള്ള ആ കൂട്ടായ്മയിലേക്ക് ഞാൻ പ്രാർത്ഥനകളിലേക്ക് കടന്നു പോകാൻ ഉള്ള സാഹചര്യം ദൈവം അതിനുശേഷം ഒരുക്കി. ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയിലുള്ള പങ്കെടുക്കുന്നതിലൂടെ ഒക്കെ എനിക്ക് യേശുവിനെ കുറിച്ച് അറിയുവാനുള്ള സാഹചര്യങ്ങളാ കൂടുതൽ ഉണ്ടായത്. അതിലൂടെ തന്നെ യേശുവിനെ കുറിച്ച് അറിയും, യേശുവിന്റെ വിശുദ്ധ തിരുവെഴുത്തുകളെ, വിശുദ്ധ വചനങ്ങളെ, ദൈവത്തിന്റെ നീതിയെ കുറിച്ചൊക്കെ അറിയുവാനുള്ള സാഹചര്യം ആ പ്രാർത്ഥനയിലൂടെ, പലരുടെയും സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് അത് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ ഓരോ വചനങ്ങളും കേൾക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിരുന്ന പഴയ ജീവിതം എത്രയോ തെറ്റായ ജീവിതമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള സാഹചര്യങ്ങളായിരുന്നു അതെല്ലാം. അങ്ങനെ ഓരോ വചനങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ തെറ്റുകളെ കുറിച്ചുള്ള ബോധ്യം വന്നു. ഇത് ജീവിച്ചിരുന്നു എല്ലാം ശരിയല്ല, തെറ്റായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ വചനം പറഞ്ഞു തരുന്ന ഒരു ചേട്ടനായിരുന്നു ജോയി ചേട്ടൻ എന്ന് പറയുന്ന. ഈ സണ്ണിയൊക്കെ അങ്ങനെ വചനം പറയുന്നവരാ. അങ്ങനെ ഈ വചനങ്ങൾ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ കുറിച്ചൊക്കെ ബോധ്യം വരുവാൻ, ബൈബിളിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, തിരുവെഴുത്തോ ദൈവശക്തിയോ അറിയായിക കൊണ്ടല്ലയോ നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെ മുന്നേ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെയൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി, വിശുദ്ധ തിരുവെഴുത്തുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോ തെറ്റിപ്പോയ വഴികളെ കുറിച്ചൊക്കെ ബോധ്യം വരുവാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. ദൈവത്തോട് ഞാൻ മാപ്പ് പറയുവാനും വീണ്ടും വീണ്ടും ക്ഷമ ചോദിക്കുവാനും ഒക്കെ സാഹചര്യം അതിലൂടെ എനിക്ക് സാധിച്ചു. ഞാൻ പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട്, പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തപ്പോൾ അവരോടൊക്കെ പിന്നീടുള്ള നാളുകളിൽ ചെന്ന് അവരോട് ക്ഷമ പറയുവാൻ, അവരോട് മാപ്പ് ചോദിക്കുവാൻ ഉള്ള അവസരങ്ങൾ വചന കേൾവിയിലൂടെ, പലരുടെയും സാക്ഷ്യങ്ങളിലൂടെ, അവരുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തിയ ഈ യേശു ക്രിസ്തുവിലൂടെയൊക്കെ, ഈ കേൾവിയിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, എന്നേക്കാൾ മുതിർന്നവരെ ഞാൻ ഉപദ്രവിച്ചിട്ട് അവരെന്റെ മുന്നിൽ നിന്നും ഓടിപ്പോയ സാഹചര്യം ഞാൻ ഓർക്കുക. ചെരുപ്പ് പോലും എടുക്കാനുള്ള സാഹചര്യം ഇല്ലാതെ അവർ ഓടിപ്പോയിട്ടുണ്ട് എൻ്റെ മുന്നിൽ നിന്ന്. അവരോടൊക്കെ പോയിട്ട് ഞാൻ ക്ഷമ പറയുവാൻ അവരെ അത്ഭുതപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, തല്ലി ഓടിപ്പിച്ച ഇവൻ വന്നിട്ട് ഇപ്പൊ ക്ഷമ പറയുന്നല്ലോ എന്ന് അവർക്ക് അത്ഭുതം ആകും വണ്ണം പോയി അവരോട് ക്ഷമ പറയുവാൻ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചതിനെ, നിങ്ങളോട് പറഞ്ഞതിനെ ഒക്കെ അവരോട് അവരെ അത്ഭുതപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നാം അത്ഭുതകരമായി നമ്മെ മാറ്റുവാൻ ദൈവത്തിന്റെ തിരുവചനത്തിന് കഴിയും
എന്നുള്ളത് എനിക്ക് തന്നെ അനുഭവിക്കാൻ എന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങളെ ആരോടും ക്ഷമ ചോദിക്കുന്നവനല്ല ഞാന്, ആരും മുമ്പിൽ കീഴടങ്ങുന്നവനല്ല എന്റെ പഴയ ജീവിതം. അങ്ങനെ ജീവിച്ചവനാ. പക്ഷെ ദൈവത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ, യേശുവിന്റെ വചനങ്ങളെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം അവരോട് പോയി ക്ഷമ ചോദിക്കുവാൻ ഇടയായി സാഹചര്യം ദൈവം ഒരുക്കി. എന്റെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവും, ഞാൻ എന്റെ മദ്യപാനവും എന്റെ ഈ ഉപയോഗിക്കുന്ന മറ്റ് ലഹരി, കഞ്ചാവ് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ലഹരികളും ഉപേക്ഷിക്കുക. കാരണം ദൈവത്തിന്റെ മന്ദിരമാണ് എന്റെ ശരീരം എന്നുള്ള ബോധ്യം ദൈവത്തിന്റെ വചനത്തിലൂടെ എനിക്ക് കേട്ടപ്പോൾ, ഇനി എന്റെ ശരീരം ഞാൻ അശുദ്ധിക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കുവാനും എന്റെ ജീവിതം വിശുദ്ധമായി ജീവിക്കുവാനും പ്രാർത്ഥനാ കൂട്ടായ്മയും വചന കേൾവിയിലൂടെയും എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ എല്ലാവരും മദ്യപാനികളാകണമെന്നില്ല, എന്നെ പോലെ കഞ്ചാവ് വലിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സത്യസന്ധതയോടെ, വിശുദ്ധിയോടെ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും സാധിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൽ ആശ്രയം വെച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ തിരുവചനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുവാൻ സാധിക്കും എന്നുള്ളത് ഈ എളിയവന്റെ ജീവിതത്തിലെ സാക്ഷ്യമാണ്. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ ഈ ലഹരികൾ ഉപേക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചു. എന്റെ സ്വയം കഴിവുകൊണ്ടല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിത പങ്കാളി എന്നോട് കരഞ്ഞപേക്ഷിച്ചിട്ട്, എന്റെ മക്കള് എന്റെ വീട്ടിലെ കലഹങ്ങൾ കണ്ടിട്ടും ഒന്നും നിർത്താത്തൊരു വ്യക്തിയാ. എന്നേക്കാൾ മുതിർന്നവരും പലരും ഉപദേശിച്ചിട്ടും നിർത്താത്ത വ്യക്തിയാ. 10-20 കൊല്ലത്തോളം ഞാൻ അത് ഉപയോഗിച്ച് മുന്നോട്ട് പോയത്. പക്ഷെ മനുഷ്യന് പലതും അസാധ്യമെങ്കിൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി തെറ്റായ ജീവിതത്തിൽ നിന്ന് ദൈവം എനിക്ക് വിടുതൽ നൽകുവാൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വചനങ്ങൾ അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സാധിച്ചു. എന്റെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. എന്റെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി ഞാൻ പലപ്പോഴും വഴക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് ജീവിത പങ്കാളി ഏതെങ്കിലും പുരുഷന്മാരോട് സംസാരിക്കുന്നത് കണ്ടാൽ. ഒരു തെറ്റും ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയും, ഞാനല്ലാതെ വേറെ ഒരു പുരുഷന്മാരോടും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും വീട്ടിലെ ഭാര്യയുമായി കലഹമുണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിന്റെ വചനം അറിഞ്ഞതിന് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ജീവിതത്തിൽ ആ ഒരു ആ ഒരു കലഹം നിറഞ്ഞ ജീവിതം പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട്. ജീവിതം അവസാനിപ്പിക്കുവാൻ തക്ക വിധത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പേര് പറഞ്ഞിട്ട്. പക്ഷെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ആ ഒരു കലഹം എന്റെ ജീവിതത്തിൽ നിന്നും ദൈവം എടുത്തു മാറ്റി. ഞാൻ പറഞ്ഞു, നീ ഇനി ആരോട് സംസാരിച്ചാൽ, ഏത് പുരുഷന്മാരോട് സംസാരിച്ചാൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ദൈവം സ്നേഹമാണ് എന്നുള്ള സത്യം, എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള സത്യം ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തില്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന. ദൈവം സ്നേഹമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനാ ദൈവം പറയുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനം നമ്മെ അത് പ്രബോധിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു ജീവിതം അത് വിശ്വസിച്ച് അത് നമ്മൾ ഏറ്റെടുത്ത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എത്ര സമാധാനമായിരിക്കും ജീവിതത്തിൽ, എത്ര സന്തോഷമായിരിക്കും നമുക്ക് ചുറ്റും, നമ്മുടെ അയൽക്കാരുമായി. ഈ വചനം എന്നെ വളരെ സ്പർശിച്ചു. ഞാൻ ദൈവത്തിന്റെ ആ തിരുവചനത്തെ ഞാൻ അനുസരിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കണ്ടിട്ടുള്ള ഭാര്യയുടെ നേർക്ക് പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നം എന്റെ ജീവിതത്തിൽ നിന്നും അത് മാറുവാനായിട്ട് ഉള്ള സാഹചര്യം ദൈവവചനത്തിലൂടെ സാധിച്ചു. അങ്ങനെ അതൊരു വലിയ വിടുതല. എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയോ കൊലപാതകങ്ങൾ പോലും ഈ സംശയം എന്ന പേരിൽ, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള കാരണങ്ങൾ പറഞ്ഞ് എത്രയോ കൊലപാതകങ്ങൾ പോലും, എത്രയോ ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞ്
ജീവിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു വലിയ അപകടത്തിൽ നിന്നും എന്നെ വിടിയിച്ചത് ദൈവത്തിന്റെ തിരുവചനമാ. കർത്താവായ യേശുവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധിച്ചത്. എൻ്റെ ജീവിതത്തില് ഞാന് ഒന്നുമില്ലാത്തവനാണ്, ദരിദ്രനാണല്ലോ. ദൈവം സൗഖ്യം നൽകി. ഞാന് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. അപ്പോ കാലിന്റെ മുറിവൊക്കെ ഉണങ്ങി എനിക്ക്. എന്നാൽ ആ സ്റ്റിക്ക് പിടിച്ചിട്ടാണ് നടക്കുന്നത്. പണിയെടുക്കാനുള്ള ആരോഗ്യത്തിലായിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഭാര്യയോട് ഞാൻ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന. ഭാര്യ പറയും, നമുക്ക് നിങ്ങൾ ഇതൊക്കെ നിർത്തി, കുടിയും വലിയൊക്കെ നിർത്തി സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഉപദേശങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, കൂടുതൽ ഉപദേശത്തിനൊന്നും വരണ്ട, ഞാൻ കൊണ്ടുവരുന്നത് വെച്ച് കുടിച്ച് ഇരുന്നാ മതി എന്ന് ഞാൻ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേങ്കില് ഞാൻ 1 വർഷത്തോളാണ് ഈ ആക്സിഡന്റ് പറ്റി 2 ഓപ്പറേഷൻ ചെയ്ത ആ കാലയളവിൽ, ഏറെക്കുറെ 1 വർഷത്തോളാണ് ഞാൻ ഈ ഒന്നും ഞാൻ കൊണ്ടുവന്നതുണ്ടായിരുന്നില്ല. അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നൊരു നാളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ വന്നതും കൊണ്ടുവരാനും ഒന്നുമില്ല, അതിനുള്ള സാഹചര്യം ഇല്ല. പക്ഷേ എങ്കില് ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ ദൈവം മനോഹരമായിട്ട്, അത്ഭുതകരമായിട്ട്, ഒന്നിനും കുറവില്ലാത്ത തരത്തിൽ അന്നന്ന് വേണ്ടതെല്ലാം നൽകി ദൈവം നടത്തി എന്നുള്ളത് ഒരു അത്ഭുതകരമായ സത്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ തിരുവചനം ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ തിരുവചനത്തിന് മാറ്റമില്ല. കാരണം ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ തേടുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനമാണ്. ദൈവത്തെ അറിഞ്ഞ് കർത്താവിനെ അന്വേഷിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ കിടന്ന കിടപ്പിലാണെങ്കിലും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുള്ള ആഹാരത്തിന് മുട്ടില്ലാതെ ദൈവം അത്ഭുതകരമായി നടത്തിയ ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവർ, അങ്ങനെ അത്ഭുതകരമായിട്ട് എന്നെ നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാന് വളരെ ദാരിദ്ര്യനായിട്ട് ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ 10 രൂപയ്ക്ക് നുണ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. 10 രൂപയ്ക്ക് ഒരു സഹോദരി എനിക്കൊരു 10 രൂപ തരേണ്ടതിന് 20 രൂപ തന്നു. 2 10ന്റെ നോട്ടാ. ഞാൻ അത് വാങ്ങിച്ച് കയ്യിൽ വെച്ച്. എനിക്ക് 20 രൂപയെന്ന് മനസ്സിലായി. ഞാൻ തിരിച്ചു കൊടുത്തില്ല, ഒന്നും പറഞ്ഞില്ല, ഞാൻ അവിടെ പോയി. പക്ഷെ പിന്നെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഈ ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷം ഒരു 500 രൂപ എനിക്ക് തെറ്റി കയ്യിൽ കിട്ടുക വേറൊരു വ്യക്തിയിൽ നിന്ന്. അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് 500ന്റെ ഒരു നോട്ട് തെറ്റി എൻ്റെ കയ്യിൽ കിട്ടി. പ്രിയരെ, 10 രൂപയ്ക്ക് നുണ പറഞ്ഞ് മേടിച്ചു വെച്ചിട്ടുള്ളവനാണ് ഞാന്. പക്ഷെ ഈ 500 രൂപ കയ്യിൽ തെറ്റി കിട്ടി എനിക്ക് തന്നിട്ട് ആ ഒരു പ്രായമായ അമ്മച്ചിയ അങ്ങോട്ട് വാതിലടച്ച് കടന്നു പോകുന്നു. ഞാൻ ഇത് തുറന്നു നോക്കിയപ്പോ 500ന്റെ നോട്ടാ. പക്ഷെ അത് വാങ്ങിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് വരാനായിട്ട് സാധിച്ചില്ല. ആ അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് 500ന്റെ നോട്ടാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യം യേശുവിനറിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നത്, വിശുദ്ധ ബൈബിളിലൂടെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ നാം ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വരുന്ന മാറ്റങ്ങളെ. 10 രൂപയ്ക്ക് കളവ് പറഞ്ഞ ഞാൻ 500 രൂപ കയ്യിൽ കിട്ടിയിട്ട് എനിക്കതൊരു വലിയ തുകയാണ് കേട്ടോ. പക്ഷെ എങ്കിലും ഞാൻ അത് തിരിച്ചു കൊടുത്തിട്ട് വരുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ അത് കൊടുത്ത് അവര് വീടിന്റെ പടി ഇറങ്ങി പുറത്തുകൂടെ പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയാ, എൻ്റെ ദൈവമേ, എനിക്കിത് സാധിച്ചോ? ഞാൻ എൻ്റെ ദൈവത്തോട് പറയാ, എനിക്ക് അന്നോളം അനുഭവിക്കാത്ത ഒരു സന്തോഷം, ഒരു ആത്മീയ സന്തോഷം, ഒരു ആനന്ദം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറയുക. അത് കൊടുത്ത് പുറത്തിറങ്ങി എൻ്റെ ദൈവത്തോട് ഞാൻ തന്നെ ഇത് ചോദിച്ച് ഞാൻ നടക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ ഒരു വാക്യം പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സർവത്തിനും മതിയായവനാകുമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് കഴിയാത്ത ഏതു കാര്യമായിക്കൊള്ളട്ടെ, അത് ചെയ്തെടുപ്പാൻ ശക്തനാക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു.
അത് എന്റെ ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു വന്ന സത്യങ്ങളാണ്. അങ്ങനെ സന്തോഷകരമായിട്ട് അത് കൊടുത്ത് ഞാൻ എന്റെ ജീവിതത്തില് മുന്നോട്ട് പോയി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്കൊരു തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ കാലിന് പൂർണ്ണ ആരോഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പൊ കുറേശ്ശെ ഇങ്ങനെ സ്റ്റിക്കില്ലാതെയൊക്കെ നടക്കാവുന്ന ഒരു അല്പ സാഹചര്യത്തിലേക്ക് എത്തി. മുറിവൊക്കെ ഉണങ്ങി നല്ല സൗഖ്യം വന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം, എന്തെങ്കിലും ഒരു തൊഴിൽ, എന്ത് തൊഴിൽ ചെയ്യാൻ പറ്റും? അത്ര ആരോഗ്യം വന്നിട്ടില്ലല്ലോ. ഒരു പെട്ടിക്കട ഇട്ടിട്ട് എന്തെങ്കിലും എന്റെ കുടുംബം പോലെ. പക്ഷെ ദൈവം എന്നെ നടത്തുന്നു. പട്ടിണിയില്ലാത്ത ജീവിതം 1 വർഷത്തോളം. ഞാൻ മുമ്പേ പണിക്ക് പോയി ഭാര്യയോട് പറഞ്ഞിരുന്ന, അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന നാളുകളിൽ ഞാൻ കൊണ്ടുവരുന്നത് വെച്ച് പിടിച്ചിരുന്നാ മതി. പക്ഷെ ഈ ആക്സിഡന്റ് പറ്റി ഞാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ന അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന ഞാൻ ഒറ്റ കൊല്ലത്തിന്റെ താഴെയോളം കിടന്നപ്പോ ഞാൻ എന്ന വ്യക്തി ഒന്നുമില്ലാതായി പ്രിയരെ. കാരണം ഞാൻ അഹങ്കാരത്തോടെ പറഞ്ഞ ഞാൻ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാമോ? എന്റെ ഭാര്യയുടെ സഹായം വേണം ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ. എന്നെ പഠിപ്പിച്ചു. ദൈവം പഠിപ്പിച്ചാൽ പ്രിയമുള്ളവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന് ചെരിഞ്ഞു കിടക്കണമെങ്കിൽ എന്റെ ഭാര്യയുടെ സഹായം വേണം. ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല. മലമൂത്ര വിസർജനം ചെയ്യണമെങ്കിൽ എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി അതിൻ്റെതായ കാര്യങ്ങൾ ക്രമീകരിച്ചു തരണം. അപ്പൊ ഞാൻ എന്ന വ്യക്തി ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കിടന്ന കിടപ്പിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും ഞാൻ വളരെ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന വ്യക്തിയാട്ടോ. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാം. പക്ഷെ അഹങ്കാരമൊന്നും ഒന്നല്ല പ്രിയപ്പെട്ടവർ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നുണ്ട്. ഒന്നുമല്ല നമ്മളൊന്നും. ഞാൻ ഒരു ചെറിയ ഈ ശരീരത്തിലെ ഈ കാലിന്റെ മുട്ടിന് താഴെ ഒരു മുറിവ്, ഒരു 2 എല്ലും പൊട്ടി, അത് 2 ഓപ്പറേഷൻ കഴിഞ്ഞ ആ സാഹചര്യം കൊണ്ട് മാത്രം ഇപ്പൊ എന്നെ ഒരാളെ സഹായില്ലാണ്ട് ചെരിഞ്ഞു കിടക്കാൻ പറ്റില്ല എന്നായി. അപ്പൊ മറ്റുള്ള അവസ്ഥകളൊക്കെ വന്ന അപ്പൊ ഏത് മനുഷ്യനും ഒന്നും അഹങ്കരിക്കാനില്ല എന്നുള്ളത്, ഞാനെന്ന് പാവം ഒന്നുമല്ല എന്നുള്ള സത്യം ദൈവം എന്നെ മനസ്സിലാക്കുവാനായിട്ട് ഉള്ള സാഹചര്യം. അതുകൊണ്ടാ അത് ഉപകാരമായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വേദനിച്ചെങ്കിലും ദാവീദ് പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൽ പ്രകാരം ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഉപകാരമായി. എന്താ ഉപകാരം? ഞാൻ കർത്താവിന്റെ ദൈവത്തിന്റെ നിയമങ്ങൾ, ദൈവത്തിന്റെ തിരുവചനങ്ങളെ അറിയുവാൻ തക്ക വിധത്തിൽ എനിക്ക് അത് മുഖാന്തരമായി തീർന്നു. ദൈവത്തിന്റെ അപ്പോ എനിക്ക് ആ സാഹചര്യം അതൊരു മുഖാന്തരമായി ദൈവം ഒരുക്കിയതാ. അങ്ങനെ ഞാൻ കടന്നു വരട്ടെ. ഞാൻ അതൊക്കെ അനുഭവിക്കാനും മനസ്സിലാക്കാനും ദൈവം സാധിച്ചു. ഞാൻ കൊണ്ടുവന്ന ഒന്നുമില്ലെങ്കിലും ദൈവം മനോഹരമായിട്ട് എന്നെ പോറ്റി പുലർത്തി. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ, അത് ദൈവത്തിന്റെ വാഗ്ദാനമാ. കർത്താവിനെ തേടുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം, അത് നിവർത്തിച്ചു ദൈവം. ദൈവത്തിന്റെ വചനം പറയാ, ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അത് അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവര്. അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. ഞാൻ ഓർക്കുകയാണ്, ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ആ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്നുള്ള സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഓരോ അനുഭവങ്ങളിലൂടെയും ഞാൻ മനസ്സിലാക്കി വരുവാൻ ദൈവം സാഹചര്യം ഒരുക്കി. ഞാനിപ്പോ എന്ത് ചെയ്യും? ഒരു പെട്ടിക്കട വാങ്ങിച്ച് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ഒരു ചെറിയ വരുമാനം ഞാൻ ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്. ദൈവമേ, പക്ഷെ ഒരു പെട്ടിക്കട വാങ്ങിക്കാനുള്ള പൈസയൊന്നും എന്റെ കയ്യിലില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ നീ ഒരു വഴി ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഒരു പെട്ടിക്കടയ്ക്ക് പകരം ദൈവം എനിക്ക് ഒരു പെട്ടിക്കടയിൽ എന്ത് ചെയ്യാൻ പറ്റും പ്രിയരെ? അവിടെ ഒരു പെട്ടിക്കടയിൽ ബീഡിയും അല്ലെങ്കിൽ മുറുക്കാനും സിഗരറ്റ് ഇതൊക്കെയാണല്ലോ ചുരുങ്ങിയ, അല്ലെങ്കിൽ കുറച്ച് മുട്ടായും കാര്യങ്ങളും ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണല്ലോ പെട്ടിക്കടയിലേക്ക്. ഞാനത് ഓർത്തു, ദൈവമേ അത് ശരിയാവില്ലല്ലോ എന്ന് ദൈവത്തെ അറിഞ്ഞ് ഈ പുകവലിയൊക്കെ നിർത്തി ഞാൻ അതൊന്നും ഇനി ചെയ്താൽ ശരിയാകില്ല. ഞാൻ എന്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല ദൈവം, ഒരു വരുമാന മാർഗത്തിനൊരു വഴി നീ ഒരുക്കി തരണം. ഞാൻ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടിക്കടയ്ക്ക് അന്വേഷിച്ച ടൈമിൽ ഒരു 3000 രൂപ കൊടുത്താൽ കിട്ടും. 3000 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങി. പക്ഷേ ദൈവം എനിക്ക് ഒരുക്കി തന്നത് ഒരു 27,000 രൂപ കൊടുത്ത് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ച്
അതിൽ ഒരു ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു മാർഗം. ഞാനൊരു മീൻ കച്ചവടം ചെയ്യാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 3000-ന് 27,000 കൊടുത്തൊരു പുതിയ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ച് അതില് എനിക്ക് വലിയ ഭാരമൊന്നുമില്ലാത്ത രീതിയിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ച് അല്പം എനിക്ക് തുച്ഛമായ ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ഒരു തൊഴിൽ മാർഗത്തിലേക്ക് ദൈവം ഒരുക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന എന്റെ സാരം, പ്രിയരെ, ദൈവം നമ്മൾ നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് ചെയ്തു തരാൻ ദൈവത്തിന് കഴിയും. നമ്മൾ നനയ്ക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കി തരുന്നു. പക്ഷെ ദൈവം അതിലപ്പുറമായി ഒരുക്കി തരാൻ കഴിയുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ ഞാൻ ആ ജീവിതം മുന്നോട്ട് പോയി, അങ്ങനെ സന്തോഷകരമായി ജീവിതം പോകുന്നു. പ്രാർത്ഥനയ്ക്കൊക്കെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ എനിക്ക് കൂടുതൽ ദൈവവചനം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എങ്ങനെ പഠിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചു. മണ്ണുത്തി ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, ഹാർവെസ്റ്റ് തിയോളജി കോളേജ് മണ്ണുത്തിയിൽ എന്ന് ഉള്ള ഒരു അറിവ് ലഭിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ അങ്ങോട്ട് കടന്നുപോയി. ഓർക്കണമേ, ഞാൻ 2ാം ക്ലാസ് വിദ്യാഭ്യാസമേ എനിക്കുള്ളൂ. എനിക്ക് കഷ്ടിച്ച് ഒന്ന് തപ്പിപ്പിടിച്ച് മലയാളം കഷ്ടിച്ച് വായിക്കാനുള്ള അറിവേ എനിക്കുള്ളൂ. പക്ഷെ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ദൈവത്തിന്റെ വചനം പഠിക്കൽ. കാരണം ഈ വചനാണ് മനോജിന് ഇത്രയ്ക്ക് മാറ്റങ്ങൾ വരുത്തിയത്. ആ 10 രൂപയ്ക്ക് 500 രൂപ തിരിച്ചു കൊണ്ട് കൊടുത്തതും ജീവിത പങ്കാളിയോട് സംശയകരമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു, അങ്ങനെ പല കാര്യങ്ങൾക്കും എനിക്ക് മാറ്റം വന്ന് പലരോടും ക്ഷമ ചോദിക്കുവാനുള്ള ഒരു പുതിയ സൃഷ്ടിയായി ഇതിനെ മാറ്റം വന്നത് പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും ദൈവത്തിന്റെ വചന കേൾവിയാ. അപ്പൊ ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പഠിപ്പിന്റെ കാര്യം കുറവുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിലും ഞാൻ ഇത് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ മണ്ണുത്തിയിലേക്ക് കടന്നുപോയി. മണ്ണുത്തിയിൽ കടന്നുപോയപ്പോ അവിടുത്തെ അതിന്റെ നേതൃത്വം വഹിക്കുന്നത് ബഹുമാന്യ ഷാജു സാറാണ് അതിന്റെ നേതൃത്വത്തിലേക്ക്, അവിടുത്തെ കോളേജിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത്. ഞാൻ ചെന്നപ്പോ സാർ അവിടെയുണ്ട്. എനിക്ക് മുൻപരിചയം യാതൊന്നുമില്ല. എന്തേലും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനെ വചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് എനിക്ക് പറ്റുക എന്നുള്ളത് അറിയാനാണ്. അതിനിപ്പോ എന്താ, വചനം പഠിക്കാൻ സാഹചര്യം ഇവിടെ ഉണ്ടല്ലോ. സാറേ, പക്ഷെ എനിക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്, ഞാൻ 2 വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് കുറേശ്ശെ മലയാളം ഞാൻ കഷ്ടിച്ചു വായിക്കും, ഇതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുക എന്നറിയാൻ വേണ്ടിയാണ് സാറേ വന്നതെന്ന് പറഞ്ഞു. സാറ് കുറച്ചു നേരം ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ വായോ, വചനം പഠിക്കാൻ നമുക്ക് അവസരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് എന്നെ നിരാശപ്പെടുത്താതെ എനിക്ക് സന്തോഷകരമായ ഒരു മറുപടി എന്ന് എന്നോട് കടന്നു വരാൻ പറഞ്ഞു. വചനം പഠിക്കുവാനുള്ള സാഹചര്യം അവിടെ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുക, 2 വരെ പഠിക്കാൻ സാധിച്ചുള്ളൂ. ഞാൻ തുടക്കത്തിൽ ഞാൻ ഒന്ന് സൂചിപ്പിച്ചല്ലോ, ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പഠിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം, നല്ല വസ്ത്രം ഇല്ലാത്തതിന്റെ സങ്കടം, നല്ല ഭക്ഷണം കിട്ടാത്തതിന്റെ സങ്കടം, ആരുമില്ലാത്തതിന്റെ സങ്കടം, അങ്ങനെ ഒത്തിരി വേദനകൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ. സ്കൂളുകൾ കാണുമ്പോൾ ഞാൻ വേദനിക്കും. ഞാൻ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ കുട്ടികൾ നല്ല യൂണിഫോം ഇട്ട് പോകുമ്പോഴും സ്കൂളുകൾ കാണുമ്പോഴും ഞാൻ വേദനിക്കും. ദൈവമേ, എന്നിട്ട് ഞാൻ പറയും, എനിക്കിനി പഠിക്കാൻ സാധിക്കില്ലല്ലോ. കാരണം ഞാൻ ഒത്തിരി മുതിർന്നെങ്കിലും ഇതൊക്കെ ചെയ്യണ്ടെങ്കിലും ഈ വേദന ഉള്ളിലുണ്ടായിരുന്നു. സ്കൂളുകൾ കാണുമ്പോൾ എനിക്ക് ഇനി ഇങ്ങനെ പഠിക്കാൻ, സ്കൂളിൽ പോകാൻ കഴിയില്ലല്ലോ എന്നുള്ള എൻ്റെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ട. വിശുദ്ധ ബൈബിള് പറയാ, മനം തകർന്നവർക്ക് യഹോവ സമീപസ്ഥന. നമ്മുടെ വേദനകൾ, നമ്മുടെ വിചാരങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവമാ. തന്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവമാണ്. അവിടെ പറയുന്നത് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. സ്കൂളിൽ പഠിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് വേദനിച്ച എൻ്റെ വേദന, ഈ 2ാം ക്ലാസ്സുകാരന്റെ വേദന മാറ്റി തന്നത് ദൈവം ആ ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരം തന്നടാ. ഞാൻ ഓർക്കുകയാണ്, ബൈബിൾ കോളേജിൽ ഞാൻ ചേർന്ന് പഠിക്കുമ്പോ അവിടെ ആരും 2ാം ക്ലാസ്സുകാരനോ അതിലിപ്പോ എന്താ പറയാ, എല്ലാവരും ഇപ്പൊ +2 അതിനെ മുകളിൽ ഡിഗ്രി ഉള്ളവരാ. അവരുടെ കൂടെ ഒരു 2ാം ക്ലാസ്സുകാരൻ അത്ഭുതകരമായിട്ട് ആ കോളേജിൽ നടത്തിയ കേട്ടോ. സാർ അവിടെ ഇരുന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നോട്ട് എഴുതിക്കും. ഈ 2ാം ക്ലാസ്സുകാരൻ
തപ്പും പിടിയും ആയിട്ട് വായിക്കുന്ന പ്രിയരെ. പക്ഷെ ഇച്ചിരി പ്രയാസപ്പെട്ടെങ്കിലും ദൈവം അതാ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ആ നോട്ടുകൾ എഴുതാൻ പറ്റാതെ വേദനിച്ച് കരഞ്ഞ നാളുകള് ക്ലാസ്സിലുണ്ടായി. കാരണം മറ്റുള്ളവര് എഴുതിയെടുക്കുന്നതിനൊപ്പം എനിക്ക് നോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല സാർ അവിടെ എന്ന് പറയുമ്പോൾ. അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ സ്റ്റക്കായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിരുന്നു. പക്ഷെ ഞാൻ ആ സാഹചര്യത്തില് ക്ലാസ് കഴിഞ്ഞൊരു ദിവസം കരഞ്ഞു വേദനയോടെ. കൂടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ എന്നെ ആശ്വസിപ്പിച്ചു, സാരില്ല, ശരിയാവും ശരിയാവും. എന്റെ ആ വേദന കണ്ട് എന്റെ ദൈവം എന്നെ സഹായിച്ചു, എന്നെ ശക്തനാക്കി. പിന്നീടുള്ള നാളുകളിൽ പ്രാർത്ഥനയുടെ ഫലമായി ചേർന്ന് പ്രാർത്ഥിച്ച എന്റെ സഹോദരങ്ങളും ചേർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പിന്നീട് അവരോടൊപ്പം എഴുതിയെടുക്കുവാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ദൈവം എന്നെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലതും അസാധ്യമായിട്ടുള്ളത് ഉണ്ടാകാം, പക്ഷെ നമ്മളെ ശക്തനാക്കുന്ന ദൈവം, അതല്ലേ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ പറയാ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു. അവരോടൊപ്പം ഇരുന്ന് എഴുതിയെടുക്കുവാൻ 2ാം ക്ലാസ്സുകാരനായ എനിക്ക് സാധിച്ചു. പഠിച്ചു പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് കരുതി, കാരണം എനിക്കിത് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് വിചാരിച്ചെങ്കിലും ദൈവം പഠിച്ചു പൂർത്തീകരിക്കുവാൻ, ഗ്രാജുവേഷൻ ചെയ്യുവാൻ പഠിച്ച് പൂർത്തീകരിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് ഇന്ന് ആ ഷാരോൺ സഭയുടെ ഒരു എളിയ ശുശ്രൂഷകനാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഒരു പാസ്റ്ററാണ്. എന്നെ ഒരു പാസ്റ്ററാക്കി ദൈവം മാറ്റി. എവിടെന്നാ? വളരെ മ്ലേച്ഛകരമായ ജീവിതം, അശുദ്ധി നിറഞ്ഞ ജീവിതം, കള്ളും കഞ്ചാവും ഉപയോഗിച്ച് അടിപിടി ഉണ്ടാക്കി നടന്ന, ആർക്കും കൊള്ളരുതാത്തവനായി ജീവിച്ചിരുന്ന എന്നെ ഇന്ന് അനേകരോട് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് ഈ സാക്ഷ്യം പങ്കുവെക്കുവാൻ ദൈവം എന്നെ ഇന്ന് ഉപയോഗിക്കുക. എന്റെ ദൈവത്തിന് മാത്രം മുഴുവൻ മഹത്വം കൊടുക്കുക. കാരണം എനിക്ക് കഴിയുന്നത് ഒന്നും അല്ല ഇത്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കുടിച്ചും വലിച്ചും നടക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഇടങ്ങളിലൊക്കെ ഉള്ള പ്രാർത്ഥനാലയത്തില് പ്രാർത്ഥനയും ഇങ്ങനെ കൈയടിച്ച് പാടുന്നതും കൊട്ടുന്നതൊക്കെ കേൾക്കുമ്പോ ഞാന് പുച്ഛിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. പക്ഷെ അതെന്തിനാ ഇവരിങ്ങനെ ബഹളമുണ്ടാക്കി കൈയടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുച്ഛത്തോടെ പറഞ്ഞിട്ടുള്ളവനാ. പക്ഷെ അത് എന്തിനാണ് എന്നുള്ളത് ദൈവം എന്നെ പഠിപ്പിച്ചു. സൃഷ്ടിച്ച ദൈവത്തിന്, ജീവനുള്ള ദൈവത്തിന് അത്യുച്ചനാദത്തോടെ, കൈത്താളത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ചോദിച്ച എന്നെ ദൈവം ഇന്നത് കൊണ്ടാണെന്നുള്ളത് ദൈവം എന്നെ പഠിപ്പിച്ചു. ഇന്ന് കൈയടിച്ച് ആരാധിക്കുന്ന ഒരു പാസ്റ്ററാക്കിയിട്ട് എന്നെ ദൈവം മാറ്റി. സമാധാനം കെടുത്തുന്ന തരത്തിൽ ജീവിതം നയിച്ചിരുന്ന എന്നെ സ്വയം മരിക്കുവാനായിട്ട് തീരുമാനിച്ച് കെട്ടിത്തൂങ്ങി, സാരിയിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ച് ജീവൻ പകുതി പോയവൻ. അതാ ഞാൻ ഓർമ്മ പോയി എന്ന് പറഞ്ഞ. അന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ഓർമ്മ പോയത് ജീവൻ പോയിക്കൊണ്ടിരിക്കുക. എന്റെ ജീവൻ നഷ്ടപ്പെട്ടു, എന്റെ ഓർമ്മ മുഴുവനും നഷ്ടപ്പെട്ടു. എന്നെ ആരൊക്കെ വന്ന് എന്റെ ഭാര്യ കിടന്നുറങ്ങി. ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് അന്നാണ് ഭാര്യ കിടന്നുറങ്ങുന്നത് കേട്ടോ. ഉറക്കം നൽകുന്നത് ദൈവമാണ് കേട്ടോ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവയെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് സങ്കീർത്തനകാരൻ പറയുക. ആ വേദനകളിലും വിഷമങ്ങളിലും ഭാര്യ ഉറങ്ങിയ താപ്പിലാണ് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയത്. പക്ഷെ എന്റെ ജീവിത പങ്കാളിയെ ദൈവം ഉണർത്തി. ഉറങ്ങിയ നമ്മെ ഉണർത്തുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. ദൈവം ഉണർത്തിയത് കൊണ്ടാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത്, ഇന്ന് ജീവനോടിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയുവാൻ എനിക്ക് സാധിച്ചതും ദൈവം എന്നെ ഉണർത്തിയത് കൊണ്ടാണ്. അപ്പോ ജീവിത പങ്കാളിയെ ഉണർത്തിയത് കൊണ്ടാണ് എനിക്ക് അത് ദൈവത്തിന്റെ പദ്ധതിയെ. പക്ഷെ എന്നിട്ട് ഞാൻ വീണ്ടും ലഹരിയിൽ തന്നെ അടിമപ്പെട്ടു. അത്രയും അടിമയായി ജീവിതമായിരുന്നു, അത്രയും പൈശാചിക ബന്ധനത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. വീണ്ടും ഈ ജീവിതം ഞാൻ വീണ്ടും തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തോട് പറയും, എന്തിനാ ദൈവമേ നീ വീണ്ടും എനിക്ക് ഈ ജീവിതം തന്നേ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അന്ന് എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നില്ല. അന്ന് ആ മദ്യത്തിന്, ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചത്, എന്തിനാ ഈ ജീവൻ തിരിച്ചു തന്നെ, വീണ്ടും സമാധാനം ഇല്ലാതെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ളത് ഞാൻ ചോദിച്ചെങ്കിലും പറഞ്ഞെങ്കിലും ദൈവം, പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നലകളെയും ഇന്നും നാളുകളെയും അറിയുന്ന ദൈവമാ. അല്ലെങ്കിൽ എന്റെ ഇന്ന് അറിഞ്ഞ ദൈവം എന്തിനാന്ന് ചോദിച്ച ചോദ്യത്തിന് ദൈവം മറുപടി എനിക്ക് നൽകി. എനിക്ക് ബോധ്യം നൽകി ദൈവം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമെന്ന് എനിക്കൊരു മാനസാന്തരം ഉണ്ടായി. ദൈവവചനം പഠിക്കാൻ പോകുമെന്നും പഠിച്ച് പൂർത്തീകരിച്ച് ഒരു ദൈവദാസനായി എന്നെ മാറ്റുമെന്നും ദൈവത്തിന്റെ സാക്ഷ്യം നാളുകളിൽ പറയേണ്ടവനാണും എന്ന് ദൈവത്തിനറിയാം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളിലും നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങൾക്ക് നടക്കില്ല എന്ന വിചാരം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിരാശയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, എന്നെ വിടിയിച്ച് എന്നെ മാറ്റിയ എന്റെ ഇന്നലകളിൽ നിന്നും നാളുകളെ കണ്ട ദൈവം എന്നെ മാറ്റി നിങ്ങളുടെ മുന്നിൽ ഇന്ന് സാക്ഷ്യം പറയിപ്പിക്കാൻ, ഒരു എളിയ സാക്ഷ്യം പറയുവാൻ തക്ക വിധത്തിൽ അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കുക. അത് കണ്ട ദൈവമുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങളുടെയും നാളകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിരാശപ്പെടേണ്ട. ജീവിതം അവസാനിപ്പിക്കുവാനുള്ളതല്ല, ജീവിതം സ്വയം ആത്മഹത്യയിലേക്ക് പോകാനുള്ളതല്ല. നാളകളിലേക്ക് ദൈവം കണ്ട ഒരു നല്ല ജീവിതം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ ആരോമ TV-യിൽ ഒരു സാക്ഷ്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബഹുമാന്യ സാറ് എന്നെ വിളിച്ചു. എന്നെ പഠിപ്പിച്ച സാറാണ് അഭിലാഷ് സാറ്. അഭിലാഷ് സാറ് എന്നെ ഇങ്ങനെ ഒരു സാക്ഷ്യത്തിനുള്ള ഒരു അവസരത്തെ കുറിച്ച് പറയുവാൻ സാഹചര്യം ഉണ്ടായി. ദൈവം ഇതെല്ലാം മുന്നമേ കണ്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഷാരോൺ സഭയുടെ ഒരു ശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്തു പോകുന്നു. മാത്രമല്ല, മറ്റനേക സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ, കേരളം വിട്ടൊന്നും ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല. എനിക്കറിയില്ല, ഈ കേരളത്തിൽ തന്നെ പല ജില്ലകളിലും ഞാൻ പോകാത്ത വ്യക്തിയാണ്. പക്ഷെ കേരളത്തിൽ തന്നെ പല ജില്ലകളിലും ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ ദൈവ അവസരം തന്നു. നോക്കിക്കേ, ഞാൻ ഓർക്കുകയാണ്, പകുതി ജീവൻ പോയതിനു ശേഷമാണ് ദൈവം എന്നെ ജീവൻ മുഴുവൻ പോകാതെ തിരിച്ച് എന്നെ ദൈവം തന്നത്. എന്തിനു വേണ്ടിയാ? നിങ്ങൾ നോക്കിക്കേ, ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ. കാരണം എന്നെ ചിന്തിപ്പിച്ചതാ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ മിക്കവാറും. വിശുദ്ധ ബൈബിളില് ലാസർ മരിച്ചിട്ട് 4 നാളായി. നാറ്റം വെച്ചു തുടങ്ങി. നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. സഹോദരിമാര് പറഞ്ഞു, കല്ലറയുടെ അടുത്ത് വന്നപ്പോ കല്ലുരുട്ടി മാറ്റാൻ കർത്താവ് പറഞ്ഞപ്പോ സഹോദരിമാര് പറഞ്ഞു, കർത്താവെ 4 നാളായി നാറ്റം വെച്ചു തുടങ്ങി. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏത് നാറ്റം വെച്ച വിഷയത്തെയും അത് സുഗന്ധപൂർണമാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വിശ്വസിക്കാം. ആ ലാസറിനെ ദൈവം, അവന്റെ നാറ്റം ഒന്നും പിന്നെ ഉണ്ടായില്ല, അവനെ പുറത്തു വരുത്തി. പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ലാസറിനെ ജീവൻ കൊടുത്ത് നാറ്റം വെച്ച ശരീരം അളിഞ്ഞതാ. നാറ്റം വെച്ച ഏതളിഞ്ഞതും പ്രിയപ്പെട്ടവരെ, ഏത് നാറ്റം വെച്ചതും ഏത് അസാധ്യമെന്ന് കരുതിയതിനും മാറ്റം വരുത്താൻ കഴിയുന്ന ദൈവമാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു. ഞാൻ കർത്താവിനോട് ചോദിച്ചിരുന്നു, എന്തിനാ കർത്താവെ നീ എന്നെ ഈ ജീവൻ തിരിച്ചു തന്നത്? വീണ്ടും പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ ദൈവം കണ്ടിരുന്നു. ഇങ്ങനെ ലാസറിനെ, നാറ്റം വെച്ച ലാസറിനെ പുറത്തു വരുത്തിയിട്ട് പിന്നെ കാണുന്നത് പന്തിയിലിരിക്കുന്ന ലാസറിനെയാ. അല്ലെ? നമ്മൾ വചനം വായിച്ചു വരുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത പുസ്തകം നമ്മൾ വായിക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ലാസർ എവിടെയിരിക്കുന്നത്? ലാസർ പന്തിയിലിരിക്കുക. എന്തിനാ മനോജിനെ പകുതി ജീവനിൽ നിന്ന് തിരിച്ചു കൊടുന്നതെന്ന് ചോദിച്ചാ, ഇന്ന് ആരോമ TV-യിൽ സാക്ഷ്യം പറയാനാ. ഷാരോന്റെ ഒരു ശുശ്രൂഷകനായിട്ട് അനേക വേദികളിൽ ശുശ്രൂഷിക്കാനും സാക്ഷ്യം പറയാനാ. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ തൃശ്ശൂർ ജില്ല വിട്ട് അധികമൊന്നും പോയിട്ടില്ല. കേരളത്തിന്റെ പല ജില്ലകളിലും സാക്ഷ്യം പറയാൻ ദൈവം അവസരം നൽകി. കേരളം മാത്രമല്ല പ്രിയമുള്ളവര്, തമിഴ്നാട്ടിൽ കടന്നുപോയി സാക്ഷ്യം പറഞ്ഞു. തമിഴ്നാട്ടിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുവാൻ അത്ഭുതകരമായിട്ട് ദൈവത്തിന്റെ നടത്തിപ്പ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിനെ സമർപ്പിച്ചു കൊടുത്ത് ജീവിക്കാൻ തുടങ്ങിയ ജീവിതത്തെ നാം ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവമാണ് കർത്താവായ യേശു. ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല. ഞാൻ ഒത്തിരി ദൈവങ്ങളെ വിളിച്ച് ജീവിച്ചു. ഞാൻ ഒരു മതത്തിന്റെ വ്യക്താവായിട്ടല്ല പറയുന്നത്. ഏകനായ സത്യദൈവത്തെ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ ഞാൻ അനുഗമിക്കാൻ, ഞാൻ പിൻപറ്റുവാൻ, ഇത് മതമല്ല പ്രിയപ്പെട്ടു. ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു മാർഗമാണ്. മാർഗം എന്താ? മാർഗം എന്ന് ചോദിച്ചു, സത്യത്തിന്റെ മാർഗം. അതാ ഈ 2ാം ക്ലാസ്സുകാരൻ പഠിച്ചത്. അതാ
നീതിയുടെ മാർഗം എന്നാ ഞാൻ പഠിച്ചേ. അത് സ്നേഹത്തിന്റെ മാർഗമെന്ന, അത് ക്ഷമയുടെ മാർഗം, അത് താഴ്മയുടെ മാർഗം, അത് വിശ്വാസത്തിന്റെ മാർഗമെന്ന എന്നെ പഠിപ്പിച്ചത്. അതാ ഞാൻ പഠിച്ചത്, അതാ എന്റെ ജീവിതത്തെ മാറ്റിയത്. നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകാനൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ദൈവം ഒരുക്കി അവസരം. ബീഹാറിലും പട്നയിലും പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ കടന്നു പോയിട്ട് ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ, ഇവിടെയൊക്കെ സാക്ഷ്യം പറയുമ്പോൾ എന്റെ ദൈവം നടത്തിയ വിധങ്ങളെ, ദൈവം നൽകിയ ഓരോ വിടുതലുകളുടെയും സാക്ഷ്യം അത്ഭുതകരമായി പങ്കുവെപ്പാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുന്നത് കാണുവാനായിട്ട് ദൈവം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി. ഇന്നും ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്നു. ദൈവത്തിന്റെ തിരുവചനം എന്നെ മാറ്റിയ തിരുവചനം എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു. 2 മക്കളാണ് എനിക്ക്. എന്റെ മൂത്ത മകൻ പറഞ്ഞു, അച്ഛൻ എന്തായാലും പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഒരു വരുമാന മാർഗം, കാരണം ഇപ്പൊ ഇതൊരു, ഞാൻ വേറെ ഒന്നല്ല, അവൻ പറഞ്ഞൊരു ഇതായി പറയുന്നതാണ്. അപ്പൊ ഒരു ചെറിയ ഒരു വരുമാന മാർഗമായിട്ട് ഞാൻ പോകട്ടെ, അപ്പൊ അത് അച്ഛനൊരു സഹായമാവല്ലോ എന്നിട്ട് അവൻ ഒരു ചെറിയ ഒരു വർക്ക് ഐഡിയായി അവൻ പോയി ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു തൊഴിൽ മാർഗത്തിലാണ് പോകുന്നത്. എന്റെ താഴ്ന്ന മകനോടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മകനെ, എന്നെ മാറ്റിയ ഒന്നും നിങ്ങൾക്ക് വേറെ അച്ഛന് തരാനില്ലെങ്കിലും ദൈവത്തെ നിങ്ങൾക്ക് തരിക. സകലവും അറിയുന്ന സത്യത്തിന്റെ ഒരു ദൈവമുണ്ട്. നീതിയിലേക്ക്, അച്ഛന് വിശുദ്ധിയിലേക്ക്, തെറ്റിൽ നിന്നും എന്നെ തിരുത്തി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ എന്നെ മാറ്റിയ ദൈവത്തെ, യേശുവിന്റെ തിരുവചനം, യേശുവിനെ പിൻപറ്റി ജീവിക്കുന്ന മാർഗം തെരഞ്ഞെടുക്കാൻ 2 മക്കളോടും പറഞ്ഞു. മൂത്ത മകൻ അങ്ങനെ മറുപടി പറഞ്ഞെങ്കിലും താഴെയുള്ള മകനോട് പറഞ്ഞപ്പോ അവൻ അത് അംഗീകരിക്കുവാനും ഇടയായി. അവൻ ഇന്ന് ബൈബിൾ കോളേജിൽ 2 വർഷമായി ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. 2ാം വർഷം തികച്ചു. 3ാം വർഷം ഒരു വർഷം കൂടി ഉണ്ട്. 3ാം വർഷത്തിലേക്ക് ഈ തിങ്കളാഴ്ച മുതൽ അവൻ കടന്നു പോകാനായിട്ടിരിക്കുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവം ജീവിതത്തെ നയിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ സാക്ഷ്യം കൂടുതൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ പോയി കടന്നു പറഞ്ഞ സാഹചര്യം കിട്ടുമ്പോഴാണ്. അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ ഈ എളിയ സാക്ഷ്യം എന്നെ നടത്തിയ ദൈവം, എന്നെ വിടിയിച്ച ദൈവം നിങ്ങളെയും അത്ഭുതകരമായി നടത്തും. ഇതിനേക്കാൾ അധികമായി നടത്തുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മകൻ പഠിച്ച് അവനും നല്ല ഒരു സാക്ഷ്യമുള്ള മകനാകട്ടെ. അനേകർക്ക് അതൊരു അനുഗ്രഹമായി, ദൈവത്തിന്റെ തിരുവചനം പറയുന്ന ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുമെന്നാണ്. അങ്ങനെ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സാഹചര്യം ദൈവം ഒരുക്കട്ടെ എന്നും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന അരോമ TV ബഹുമാന്യ ഡാനിയൽ ജോൺ പാസ്റ്ററായി എന്നെ പരിചയപ്പെടുത്ത അബ്ലാ സാറിനോടും നന്ദി. പ്രത്യേക അരോമ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ മനോജ്. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TVയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം അവസരമൊരുക്കി അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിൻ്റെ ദാസനോടുള്ളതായ നന്ദി കരയറ്റുകയും ചെയ്യുന്നു. തികച്ചും വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലൂടെ ദൈവത്തിന് വേണ്ടി ദൈവം ഒരുക്കിയെടുത്ത ഒരു ദൈവ മനുഷ്യൻ എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ദൈവം ആരുടെയും വലിപ്പമോ പൊക്കമോ വിദ്യാഭ്യാസമോ നിറമോ പാരമ്പര്യമോ നോക്കുന്നില്ല. മനുഷ്യനാണ് പുറമേ ഉള്ളത് നോക്കുന്നത്. ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം ചിലരെ നിശ്ചയിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിലായി ദൈവം അവരെ തിരഞ്ഞെടുത്ത് കുപ്പയിലെ മാണിക്യത്തെ എടുത്ത് ഉപയോഗിക്കുന്നത് പോലെ ചില അനുഭവങ്ങളിൽ കിടന്ന മാനവകുലത്തെ നമുക്ക് പറയുവാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പാപി എന്നുള്ള ഒരു മുദ്ര കുത്തപ്പെട്ട, മരണത്തിന് നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയുടെ എന്ത് വിശേഷങ്ങൾ പറഞ്ഞാലും പിന്നെ അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. സ്തോത്രം.
അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും തന്നെ പറയുവാൻ ഇല്ല. മരണത്തിൽ നിന്ന് ഉള്ള നീക്കുപോക്ക് കർത്താവ് തന്ന് ജീവനെ തിരികെ തന്ന് അത് അക്ഷരീയമായ ജീവിതവും ആത്മീയമായ ജീവിതവും രണ്ടും ഒരുപോലെ ലഭിച്ച ഒരു വ്യക്തിയാണ് കർത്താവിൻ്റെ ദാസൻ മനോജ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. വിദ്യാഭ്യാസ കുറവുകൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ സംരക്ഷണം ലഭിക്കേണ്ടുന്ന സമയത്ത് അത് ലഭിക്കാതെ, വിദ്യാഭ്യാസം വേണ്ടതുപോലെ ലഭിക്കാതെ, ആഹാരമോ വസ്ത്രമോ പരിചരണമോ കരുതലോ ഉപദേശമോ ശാസനയോ വേണ്ടതുപോലെ ലഭിക്കാതെ വഴിവിട്ട ജീവിതം നയിച്ചതായ ബാല്യകാലം, മദ്യം, മയക്കുമരുന്ന്, ലഹരി, പാപത്തിൻ്റെ ലോകത്തിൻ്റെ മ്ലേച്ഛകരമായ ആ കുഴിയിൽ, ആ ചെളിയിൽ കിടന്ന് നഷ്ടപ്പെട്ടു പോകേണ്ടുന്ന സ്ഥാനത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം തേടി വന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ഹോസ്പിറ്റലിൽ സാധുവായ ഒരു മനുഷ്യൻ ഭക്ഷണം വിളമ്പുന്നതായ സഹോദരൻ പറഞ്ഞതായ ആ സുവിശേഷ സത്യമാണ് ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവായി തീർന്നത്. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ നല്ല ഒരു വിദ്യാഭ്യാസം ലഭിച്ചത് ആ ഹോസ്പിറ്റലിൽ വെച്ച്, അത്താണി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് നല്ലൊരു വിദ്യാഭ്യാസം ലഭിച്ചത്. സ്കൂളിലല്ല, കൂട്ടുകാരിൽ നിന്നല്ല, നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമല്ല. ശരിക്കുമുള്ള വിദ്യാഭ്യാസം ലഭിച്ചത് അത്താണി മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. അത് ആ രോഗക്കിടക്കയിൽ വെച്ചാണ്. ദാവീദ് പറയുന്നത് പോലെ, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ദൈവത്തിൻ്റെ വചനത്തെ അറിയുവാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ അത് മുഖാന്തരമായി തീർന്നു. അവിടെ വെച്ച് ആ ഒരു വെളിച്ചം ജീവിതത്തിലേക്ക് വരികയാണ്. ജീവിതത്തിൽ പിന്നങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നില്ല. പലപ്പോഴും പാപത്തിൻ്റെതായ വഴികളിലൂടെ കടന്നുപോയി ജീവിതം നശിപ്പിച്ചു കളയുവാൻ പിശാച് ശ്രമിച്ചു. കൊന്നുകളയുവാൻ, ഇല്ലായ്മ ചെയ്ത് കളയുവാൻ, മദ്യം, മയക്കുമരുന്ന്, ആത്മഹത്യ, മറ്റ് പലവിധമായ പാപവഴികളിലൂടെ ഈ ജീവിതം മുടിച്ചു കളയുവാൻ പിശാച് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ താങ്ങുന്ന കരം കൂടെയിരുന്നു. അവയിൽ നിന്നൊക്കെ അത്ഭുതകരമായി വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ശാരീരിക സൗഖ്യവും ആത്മീയ സൗഖ്യവും മാനസിക സൗഖ്യവും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സൗഖ്യം, കരസ്പർശനം, ആ നല്ല കുശവൻ്റെ ആ കരങ്ങളാൽ പണിയപ്പെട്ട് നല്ലൊരു പാത്രമായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഇന്ന് ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങളെയും കർത്താവ് ഉപയോഗിക്കുന്നു. കുടുംബമായി ദൈവം ഉപയോഗിക്കുന്നു. അനേകരുടെ നടുവിൽ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഇന്ന് ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും ദൈവദാസനെ ദൈവം മാനിച്ച് ആദരിക്കട്ടെ. കുടുംബമായി കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിക്കട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമാറ്റിയുടെ പ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ സമാനതകളില്ലാത്ത അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രേക്ഷകർ ചിലരെങ്കിലും ഒരു പക്ഷെങ്കിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. നിങ്ങളെയും കർത്താവിന് ആവശ്യമുണ്ട്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, എങ്ങനെ എൻ്റെ മദ്യപാനം, മയക്കുമരുന്ന് എനിക്ക് ഉപേക്ഷിക്കുവാൻ കഴിയും? ആത്മഹത്യാ പ്രവണത എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കുവാൻ കഴിയും? നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സാക്ഷ്യം ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞതെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രിയ സഹോദര, സഹോദരി, യുവാവേ, യുവതി, ദൈവത്തിന് സകലവും സാധ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആണ് നിങ്ങളെ ഈ ഒരു സാക്ഷ്യം കേൾക്കുവാൻ മുഖാന്തരമാക്കി തീർത്തത്. ആകയാൽ മറ്റൊരുത്തലിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി താങ്കൾ വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും യേശുവിനെ ഏറ്റുപറയുവാനും ദൈവവും കർത്താവുമായി ആരാധിക്കുവാൻ താങ്കൾ തയ്യാറാകുമെങ്കിൽ താങ്കളുടെ ജീവിതത്തിലും ഈ യേശു കടന്നു വരും. തങ്ങളുടെ ഭവനത്തിൽ ഈ യേശു കടന്നു വരും. മദ്യം, മയക്കുമരുന്ന്, ആത്മഹത്യ, പാപത്തിൻ്റെ വഴികൾ, പ്രേരണകൾ എല്ലാം താങ്കൾക്ക് അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിക്കുവാൻ കഴിയുമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഈ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ. ആകയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഞെരുങ്ങി ജീവിതം അവസാനിപ്പിക്കുവാൻ ഇന്ന് എത്രയോ കുടുംബങ്ങൾ, അപ്പനും അമ്മയും മക്കളും കുടുംബമായി കൂട്ട ആത്മഹത്യ,
എത്രയോ വീടുകളിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദര, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. വാത്സല്യ സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതി, യേശുവിന് നിന്നെ രക്ഷിപ്പാൻ കഴിയും. യേശു നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. പകുതി ജീവൻ പോയവൻ, മുഴുവൻ ജീവൻ പോയവനും ഇന്ന് കർത്താവിന് വേണ്ടി ജീവനുള്ളവനായി സാക്ഷ്യം വഹിക്കുമ്പോൾ താങ്കളെയും രക്ഷിപ്പാൻ കഴിവുള്ള കർത്താവിങ്കിലേക്ക് അടുത്തു വരൂ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ, വിശ്വസിക്കൂ, ഏറ്റുപറയൂ. പാപം എത്ര വലുതായിരുന്നാലും കർത്താവ് നിങ്ങളെ കഴുകി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനാണ്. ആകയാൽ നാം ഒരുമിച്ച് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമാറ്റിയുടെ മാന്യ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിൻ ദാസൻ മനോജ് ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, അരോമ ടിവിയിലൂടെ കർത്താവേ എളിവിന്റെ സാക്ഷ്യം കേട്ട എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പ്രായപരിധി വ്യത്യാസമില്ലാതെ, യാതൊന്നും വ്യത്യാസമില്ലാതെ കേൾക്കാനിടയാകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ വിടുതലേക്കാൾ, എനിക്ക് നൽകിയ രൂപാന്തരത്തിനേക്കാൾ, എന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ, എനിക്ക് നൽകിയ ആശ്വാസത്തെക്കാൾ, സമാധാനത്തെക്കാൾ, സന്തോഷത്തെക്കാൾ, സത്യം തിരിച്ചറിയുവാൻ ഒരുക്കിയ എല്ലാ സാഹചര്യങ്ങളെക്കാളും അധികമായി ദൈവമേ, ഈ കേട്ടിരിക്കുന്ന എല്ലാവരെയും കേൾക്കാനിടയാകുന്നവരെയും എൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും സകലത്തിൻ്റെയും കാരണദൂതനുമായ സർവമനുഷ്യരുടെയും ലോകരക്ഷകനായ ദൈവമായ കർത്താവേ, അങ്ങയുടെ രക്ഷ അനുഭവിപ്പാൻ ആമേ എല്ലാവരെയും എൻ്റെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ അവർക്ക് മാറ്റം വരുത്താൻ കഴിയാതെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ മാറ്റിയ, എനിക്ക് മാറ്റം നൽകിയ എൻ്റെ ദൈവം അവരുടെ ജീവിതത്തിൽ അതാത് സ്ഥലങ്ങളിൽ മാറ്റം വരുത്തുവാൻ, വിടുതലുകളെ പ്രാപിപ്പാൻ എൻ്റെ ദൈവമായ കർത്താവിടെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ നാമത്തിൽ വേണ്ട വിടുതലുകളും സൗഖ്യങ്ങളും യേശു കർത്താവിൻ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണം, പേരുപേരായി അനുഗ്രഹിക്കണം കർത്താവേ. അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലെ എൻ്റെ ദൈവത്തിന്റെ അത്ഭുത കരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമായ കർത്താവേ, ഉയർത്തെഴുന്നേറ്റിന്നും ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ വിടുതലുകൾ, ആശ്വാസവും വേണ്ട നന്മകളും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അരോമ ടി വി അതിന്റെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇങ്ങനെ ഒരു സംരംഭം ദൈവമേ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി, ഏകരക്ഷകനായ സത്യദൈവമായി അങ്ങായി അറിയേണ്ടതിന്, അങ്ങനെയുള്ള രക്ഷ അനുഭവിക്കേണ്ടതിന് കാരണമായി എൻ്റെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് നയിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പുത്രനായ യേശു കർത്താവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവോന്നി അനുഗ്രഹിക്കണമേ സ്വർഗീയ പിതാവേ. താങ്ക് യു കർത്താവ് ദാസൻ പാസ്റ്റർ മനോജ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവ് ദാസനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരുടേതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമ മഹിമപ്പെടുക മോഹാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടൂ. നിങ്ങൾക്കും ആ പ്രാർത്ഥന സഹകരിക്കാവുന്നതാണ്. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.